നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പെൻഷൻ വിതരണം സംബന്ധിച്ച അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെയായി ന്യൂസ് മാഗസിൻ മലയാളം എന്ന ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി ബഹുമാന്യായ നിർമ്മല സീതാരാമനും അതോടൊപ്പം തന്നെ കേരള ഗവർണറുമായി ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഫലമുണ്ടാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേന്ദ്രം സംസ്ഥാനത്തിന് അധികമായി കടമെടുക്കുവാനിപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. 6000 കോടിയോളം രൂപയാണിപ്പോൾ സംസ്ഥാന സർക്കാർ കടമെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുവാൻ പോകുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന് നൽകുവാനുള്ള GST വിഹിതവും മറ്റു തുകയുമൊക്കെ കൃത്യമായി തന്നെ വിതരണം ചെയ്യുവാനുള്ള ധാരണയുമായിട്ടുണ്ട് എന്ന അറിയിപ്പുകളും വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഉടൻ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. 1600 രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലുമൊക്കെ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് മാർച്ച് മാസത്തിൽ എത്തിച്ചേരുവാൻ പോകുന്നത്. വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും 3200 രൂപ വിതരണം ചെയ്യുക. 3200 രൂപ ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുമ്പോൾ പിന്നീട് സംസ്ഥാനത്ത് 2 ഗഡു പെൻഷനായിരിക്കും കുടിശ്ശികയാകുക. ഇപ്പോൾ 3 ഗഡു പെൻഷനാണ് കുടിശ്ശികയുള്ളത്. അതിൽ നിന്ന് 1 ഗഡു കൂടി കൂട്ടിച്ചേർത്തായിരിക്കും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുവാൻ പോകുന്നത്. ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടും അതോടൊപ്പം തന്നെ ഈസ്റ്ററിനോടുമൊക്കെ അനുബന്ധിച്ചായിരിക്കും ഈ ഒരു പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ കൃത്യമായി മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും നമ്മളുടെ പെൻഷൻ തുക അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരും. 62 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ 1600 രൂപ വീതം എല്ലാ മാസവും കൃത്യമായി തന്നെ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് അവരുടെ കുടിശ്ശികയും കൊടുത്തു തീർക്കുവാനുള്ള തീരുമാനമാണിപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. റേഷൻ കടകൾ വഴി മഞ്ഞ, പിങ്ക് എന്നീ റേഷൻ കാർഡുകൾ കൊണ്ട് റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ മാർച്ച് 31-നകത്ത് അവരുടെ റേഷൻ മസ്റ്ററിങ് റേഷൻ കടകളിലേക്ക് എത്തി പൂർത്തിയാക്കിയില്ല എങ്കിൽ അവർക്ക് ഏപ്രിൽ മാസം മുതലുള്ള റേഷൻ വിഹിതം ലഭിക്കുകയില്ല എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. മസ്റ്ററിങ് മാർച്ച് മാസം 31 വരെയാണുള്ളത്. എല്ലാ ആളുകളും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി മസ്റ്ററിങ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്